ചങ്കിലക്കാക്കി ഭാഗം 5. ഞാൻ പകച്ച് പണ്ടാരം അടങ്ങിപ്പോയി. ഞാൻ എന്നെ മണത്ത് നോക്കി. നല്ല മുല്ലപ്പൂവിൻ്റെ മണം. ഞാൻ ഇന്നലെ രാത്രിയും കുളിച്ചതേ ഉള്ളൂ. മാത്രമല്ല നല്ല മണവും ഉണ്ട് എനിക്ക്. മാത്രമല്ല എന്നും തല കുളിക്കാൻ പാടില്ല, മുടിയൊക്കെ പോവും. ഞാൻ എന്നും തല കുളിക്കാറില്ല. ഞാൻ വെറുതെ തർക്കിച്ചു. വെറുതെ. എനിക്ക് നാറ്റം എന്ന് പറഞ്ഞതിലെ നീരസാണ് കേട്ടോ. എന്നാലും വിട്ടുകൊടുക്കാൻ തോന്നിയില്ല. അർജുനേട്ടൻ എൻ്റെ മുടിയിലേക്ക് നോക്കി പുച്ഛം വാരി വിതറി. ശരിയാ, പനങ്കുല പോലെ ഉണ്ടല്ലോ കാർക്കൂന്തല്. ഈശ്വര, വേണ്ടായിരുന്നു. ഇനി പിടിച്ചേക്കാൻ പറ്റില്ല. എൻ്റെ തോളറ്റം വന്ന് തത്തിക്കളിക്കുന്ന മുടിയിഴകളിലേക്ക് ഞാൻ അരിശത്തോടെ നോക്കിയിരുന്നു. ഇനി ഒന്നും പറയാനില്ല എന്ന് തോന്നിയപ്പോൾ എൻ്റെ മൊബൈൽ തായോ, ഞാൻ പോട്ടെ, ഞാൻ ഗൗരവത്തോടെ പറഞ്ഞു. തൂണിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ഒരു ചെറുചിരിയോടെ പറഞ്ഞു. വൈക പോയി കുളിച്ചിട്ട് താഴെ പൊക്കോളൂ, സമയം 8:30 ഇയാൾ എന്ത് മനുഷ്യനാണ്? ചക്കിന് ചുക്കെന്ന് മറുപടി പറയുന്നു. ഞാൻ കുളിച്ചോളാം, മൊബൈൽ തായോ. ഞാൻ പുറത്തേക്ക് നോക്കി അലക്ഷ്യമായി പറഞ്ഞു. ഈ കങ്കാരുവിനോട് ഇങ്ങനെ താഴ്മയായിട്ട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. വൈക പോയി കുളിച്ച് താഴെ ചെന്ന് എല്ലാവരോടും സംസാരിച്ച് ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വായോ, മൊബൈൽ തരാം. ഞാൻ കിളി പറന്ന് നിന്നു. ഇയാൾ എന്നെ ഭരിക്കുകയാണോ? എനിക്ക് അനുസരണശീലം ലേശം കമ്മിയാണ്. ഈശ്വര, ഈ കാക്കി എന്നെ നന്നാവാൻ സമ്മതിക്കില്ല. കാക്കി എന്നെ നോക്കി എഴുന്നേറ്റു. മൊബൈൽ പോക്കറ്റിലിട്ടു. മുണ്ടിൻ്റെ അറ്റം കയ്യിലെടുത്തു. എന്നിട്ട് എന്നോടായി താഴ്ന്ന് അടുത്ത് വന്ന് പറഞ്ഞു. രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ ഉടനെ ഒരു സെൽഫി എടുത്ത് വല്ലവർക്കും അയക്കുന്നതാണോ സന്തോഷം, ഒരു ചിരി വീട്ടിലെ എല്ലാവർക്കും രാവിലെ കൊടുക്കുന്നതിലാണോ സന്തോഷമെന്ന് നമുക്ക് നോക്കാട്ടോ വൈകാലക്ഷ്മി. അതും പറഞ്ഞ് അർജുനേട്ടൻ പുറത്തേക്ക് നടന്നു. എൻ്റെ കിളികളൊന്നും ഈ ജില്ലയിൽ ഉണ്ടായിരുന്നില്ല. +1 എൻ്റെ ജീവിതത്തിൽ വന്നതാണ് മൊബൈൽ. പിന്നെ ഞങ്ങൾ അടുത്തതല്ലാതെ പിരിഞ്ഞിട്ടേയില്ല. ഇതൊരു നടക്കി പോവില്ല. ഞാൻ ദേഷ്യത്തോടെ മുറിയിലേക്ക് ചെന്നു. വേഗം കുളിച്ച് വസ്ത്രം മാറി. സമയം 9 ആവുന്നു. നല്ല സാമ്പാറിൻ്റെ മണം. ആഹാ, വിശന്നിട്ട് വയ്യ. ഞാൻ വേഗം അടുക്കളയിലേക്ക് നടന്നു. ഊണുമുറിയിൽ ശബ്ദം കേട്ടപ്പോൾ കണ്ടു അമ്മാവൻ തളർന്ന് അവശനായിരിക്കുന്നു. അമ്മ വിയർപ്പൊപ്പുന്നു. കൃഷ്ണേച്ചി ഒരു ഗ്ലാസ്സിൽ പഞ്ചസാര ഇട്ട് കലക്കുന്നു. രുദ്ര ഫാൻ കൂട്ടുന്നു. വേണ്ട മേളം. ഞാൻ ചുറ്റും നോക്കി. കാക്കിയെ അവിടെ എങ്ങും കണ്ടില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന എന്നെ അവജ്ഞയോടെ അമ്മ നോക്കി. കൃഷ്ണേച്ചി എന്നെ നിർവികാരതയോടെ നോക്കി. രുദ്ര എന്നെ നോക്കി കണ്ണു ചിമ്മി. മെല്ലെ അടുത്ത് വന്ന് പറഞ്ഞു. അമ്മാവന് ഷുഗർ കുറഞ്ഞതാ. 7:30 ഭക്ഷണം കഴിക്കുന്നതാ. ഇന്ന് ചേച്ചിയോടൊപ്പം കഴിക്കാമെന്ന് കരുതി കാത്തിരുന്നതാ. അമ്മയുടെ മുഖത്തെ ഭാവം ഇപ്പോഴാ ശരിക്കും മനസ്സിലായത്. കുറച്ച് ലേറ്റായിപ്പോയി, ഞാൻ അവളോട് ഒരു ചമ്മിയ ചിരിയോടെ പറഞ്ഞു. അവളും അർത്ഥഗർഭമായി മൂളി. ഇതൊരു ശീലാക്കണ്ട കേട്ടോ. ഞാൻ തലയാട്ടി. മതി ഓപ്പേ, അമ്മാവനാണ്. അമ്മ ഊട്ടുന്നു. അങ്ങോട്ട് കഴിക്കൂ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ നിന്നോട് കഴിക്കാൻ. ഒരു കുഞ്ഞു നിഷ്കളങ്കനായ ബാല്യനെ പോലെ കഴിക്കുന്ന അമ്മാവൻ. പാവം. ഈശ്വര, ഈ കാക്കിക്ക് എന്നോട് പറയായിരുന്നില്ലേ ഇവരൊക്കെ എന്നെ കാത്തിരിക്കുകയാണെന്ന്. 7 വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് ഒരുങ്ങി നടന്നോളും. എന്നെ അങ്ങനെ ആരും കാത്തിരിക്കാറില്ല. എല്ലാവരും ഒപ്പം കഴിക്കുമ്പോൾ ഞാൻ അപൂർവമായേ കൂടെ കൂടാറുള്ളൂ. കാരണം ചെറിയമ്മയ്ക്ക് ഇഷ്ടമല്ല. ഞാനില്ലാത്തപ്പോൾ ചെറിയമ്മയും അച്ഛനും അനിയത്തിമാരും ഒരുമിച്ച് തമാശ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരുന്ന് കഴിക്കുന്നത് കേൾക്കാം. ഞാൻ ചെന്നാൽ പിന്നെ ചെറിയമ്മ നിശബ്ദയാവും. ഒപ്പം അച്ഛനും. ഭയന്നിട്ടായിരിക്കാം. എനിക്കായി ചെറുപുഞ്ചിരി എന്നും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാറില്ല. ചിലപ്പോഴൊക്കെ ഞാൻ അവിടെ ഒരുമിച്ചിരുന്ന് കഴിച്ച് ചെറിയമ്മയുടെ സന്തോഷം തല്ലിക്കെടുത്താറുമുണ്ട്. അത് വല്ലപ്പോഴും. എന്നാലും പാവം അമ്മാവൻ. സോറി കേട്ടോ അമ്മാവാ, ഞാൻ ലേറ്റായി പോയി. കാത്തിരിക്കുവാന്ന് അറിഞ്ഞില്ല. ഞാനാട്ടോ മെല്ലെ അടുത്ത് പോയി പറഞ്ഞു. തലയുയർത്തി എന്നെ നോക്കി ഒരു ചെറു ചിരിയോടെ പറഞ്ഞു. സാരയില്ല, നേരത്തെ കിടക്കുക, അപ്പോൾ നേരത്തെ എഴുന്നേക്കാം. അമ്മാവനാണ്. ആദ്യ ദിവസം പോലും പുലർച്ചെ എഴുന്നേറ്റിട്ടില്ല. ഇനി അങ്ങോട്ടത്തെ കാര്യം ഈശ്വരൻ അറിയാം. ടീച്ചറമ്മയാണ്. അത്യന്തം അവഗണനയോടെ പ്ലേറ്റ് എടുത്ത് ഭക്ഷണം വിളമ്പുന്നു. ഒപ്പം ഒരു ഗ്ലാസ് ചായ ഫ്ലാസ്കിൽ നിന്നും എനിക്കും പകർന്നു തന്നു. ഞാനത് വാങ്ങി ചുണ്ടോടടുപ്പിച്ചു. വൈക, പുലർച്ചെ എന്ന് പറയുമ്പോൾ ഒരു 6 മണിക്കെങ്കിലും കുളിച്ച് അടുക്കളയിൽ വരണം. ഇതൊക്കെ അമ്മമാർ പറഞ്ഞു തരേണ്ടതാണ് പെൺമക്കൾക്ക്. ആ ഒരു കുറവ് വൈകയിലുണ്ട്. അത് മാറ്റാട്ടോ. അത് പറയുമ്പോഴും ആ മുഖത്തെ ഭാവങ്ങൾക്ക് ഒരയവും വന്നിട്ടുണ്ടായിരുന്നില്ല. സ്വരത്തിലും ഒരു ഗൗരവം തന്നെയായിരുന്നു. അർജുനേട്ടനും അമ്മയുടെ മുഖവും ഭാവങ്ങളുമാണ്. അമ്മയ്ക്കും ഒരു നല്ല കൂട്ടില്ലാത്ത കുറവുണ്ട്. തമാശ പറയാൻ, പൊട്ടിച്ചിരിക്കാൻ. അമ്മയ്ക്ക് മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും. മെല്ലെ അതും മാറ്റാട്ടോ. ഞാനാണ്. അമ്മാവൻ പെട്ടെന്ന് ഭക്ഷണം നിർത്തി എന്നെ നോക്കി. അമ്മയും എന്തോ അതിശയത്തെ പോലെ നോക്കുന്നു. കൃഷ്ണേച്ചിയും അതെ.
ഞാൻ മെല്ലെ ചിരിയോടെ അടുക്കളയിൽ കയറി ഗ്ലാസ് കഴുകി വെച്ചു. അമ്മയുടെ ശബ്ദം കേട്ടു. കൃഷ്ണേ, എല്ലാരും ഇരുന്നോളൂ. വൈഗ, അർജുനെ വിളിക്കൂ, കഴിക്കാം. ടീച്ചർ അമ്മയുടെ ഉത്തരവ് വന്നതും കൃഷ്ണേച്ചിയും രുദ്രയും അടുക്കളയിലേക്ക് പാഞ്ഞു. മിഥു എനിക്കൊപ്പം കൂടി. എവിടെ പോയി എന്റെ മിഥുക്കുട്ടി, നിന്റെ മാമൻ? ഉമ്മറത്തും കോലായിലെ ചുറ്റും നോക്കിയിട്ട് കാണാതെ ഞാൻ ചോദിച്ചു. മാമൻ മുകളിലാ, അമ്മായി പോയി വിളിച്ചോ, എനിക്ക് പേടിയാ. അതും പറഞ്ഞ് അവൾ പിന്നോട്ട് ചുവടുകൾ വെച്ചു. അവളുടെ മുഖം എന്നെ അത്ഭുതപ്പെടുത്തി. അർജുനേട്ടനെ എന്തിനാ ഭയക്കുന്നേ? എന്തിനാ പേടിക്കണേ? മാമ അടിക്കുവോ? ഇല്ല, ചോക്ലേറ്റ് വാങ്ങിത്തരും. പക്ഷേ എനിക്ക് പേടിയാ. മാമൻ പോലീസല്ലേ, ഒരിക്കലും ചിരിക്കില്ല. പിന്നെ എന്നെ അടുത്തേക്ക് വിളിച്ച് ചെവിയിൽ രഹസ്യം പറയുന്ന പോലെ പറഞ്ഞു. മാമൻ മോൺസ്റ്ററാണ്. മാമൻ മന്ദവാടിയാ. മന്ദവാടിയോ? അതെന്താ? ഞാനാട്ടോ. അത് പിന്നെ ഈ സീരിയലിലൊക്കെ പ്രേതത്തെ ഓടിക്കാൻ വരും. ഈശ്വര, ഇതെന്തൊക്കെയാണ് ഈ കുഞ്ഞ് കരുതിയിരിക്കുന്നേ? ഇതൊക്കെ ആരാ പറഞ്ഞത്? ഞാൻ കണ്ടതാ, അമ്പലത്തില് വിളക്കൊക്കെ വെച്ച് എന്തൊക്കെയോ ചെയ്യണേ, പേടിയാവും. എനിക്ക് ചിരി വന്നു. എന്തൊക്കെയാ ഈ കുഞ്ഞിത്തലയില്? പെട്ടെന്ന് അവൾ എന്നെ തള്ളിമാറ്റി തിരിഞ്ഞോടി. ഇതെന്താ പറ്റിയെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു മീശയും പിരിച്ച് പടികൾ കാക്കി വേഷത്തിൽ വേഗം ഇറങ്ങി വരുന്ന അർജുനേട്ടനെ. വെറുതെ അല്ല. ഇതെന്താ ഫാൻസി ഡ്രസ്സോ? രാവിലെ ഒരു വേഷം, ഇപ്പൊ കാക്കി വേഷം. എന്നെ ഒന്ന് നോക്കി മുന്നോട്ട് നടന്നു. ഹേയ്, ഇയാൾ പോവാണോ? ഞാൻ അർജുനേട്ടനെ വിളിക്കാനാ വന്നത്. പെട്ടെന്ന് നിന്ന് തിരിഞ്ഞു നോക്കി. നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കാൻ, വേഗം വായോ, വിശന്നിട്ട് വയ്യ എന്നും പറഞ്ഞ് എന്റെ കയ്യിൽ വലിച്ചു മുന്നോട്ട് പോകുന്നവളെ അതേ വേഗതയിൽ തിരിച്ച് പിന്നോട്ട് വലിച്ചു. ഞാൻ വിചാരിച്ച ബലം പോലും ഉണ്ടായിരുന്നില്ല. കാറ്റ് പോലെ നെഞ്ചിൽ വന്നിടിച്ചു നിന്നു. ഈശ്വര, ഇതൊരു കാറ്റാടിയാണോ? ജാടയും പോരും മാത്രമേ ഉള്ളൂ. തവളക്കണ്ണ് രണ്ടും താഴെ വന്ന് വീഴുമെന്ന് എനിക്ക് തോന്നുന്നേ. പിന്നെ രാവിലെ 6 മുന്നേ ഞാൻ എഴുന്നേറ്റതാ. എനിക്ക് അന്നേരം തൊട്ട് വിശക്കുന്നുണ്ട്. അപ്പോഴൊക്കെ കേൾക്കുന്നത് വൈകിയും കൂട്ടി വരൂ ഭക്ഷണം കഴിക്കാൻ എന്നാ. പോത്തുപോലെ കിടന്നുറങ്ങിയിട്ടാ അവൾക്കിപ്പോൾ വിശപ്പ് പോലും. അതും പറഞ്ഞ് ഞാൻ അവളെ വിട്ട് മുന്നോട്ട് നടന്നു. ഉമ്മറത്തിറങ്ങിയപ്പോൾ കണ്ടു കൃഷ്ണയെ. അമ്മയോട് ഞാൻ ഇറങ്ങിയെന്ന് പറയൂ, എനിക്കൊന്ന് സ്റ്റേഷനിൽ പോകണം, അത്യാവശ്യമാണ്. ഏട്ടനൊന്നും കഴിച്ചില്ലാലോ? ഞാൻ ബൂട്ട്സ് ഇട്ട് ഇറങ്ങിയതും അവൾ ചോദിച്ചു. എനിക്ക് വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടു കൃഷ്ണയ്ക്കൊപ്പം വന്ന് നിൽക്കുന്ന എന്നെ ആകെ വീക്ഷിക്കുന്ന വൈകയെ. എന്റെ ഭക്ഷണം കൂടി ഇവക്ക് കൊടുത്തേക്കൂ, ബലമെങ്കിലും ഉണ്ടാവട്ടെ. അവളെ നോക്കാതെ തന്നെ ഞാൻ ബൈക്ക് എടുത്തു. എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നേ? എനിക്കറിയില്ല. പക്ഷേ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഒന്നെനിക്ക് മനസ്സിലായി. അവളോട് എനിക്ക് അകൽച്ച തോന്നുന്നില്ല. ആരോടും പെട്ടെന്ന് അടുപ്പം തോന്നാത്ത, എന്നും എവിടെയും എല്ലാവരോടും അകലം പാലിക്കുന്ന എനിക്ക് വൈകയോടത് തോന്നുന്നില്ല. ഒരുപാട് കാലങ്ങളായി അറിയുന്ന ഒരുവളെ പോലെ. സ്റ്റേഷനിലെത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങളായിരുന്നു. രാവിലത്തെ വിശപ്പ് ഒരു ചായയിലും പഴംപൊരിയിലും ഒതുക്കി. ഉച്ചയാകുമ്പോൾ അമ്മയുടെ വിളി വന്നു. അർജുന, ഇന്ന് വൈകയുടെ വീട്ടിൽ ചെല്ലണം. അറിയില്ലേ, നാട്ടു നടപ്പാണ്. അവർക്ക് കൊടുക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, വരാം. ഊണ് ഇവിടുന്ന് കഴിക്കാം. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അമ്മ ഫോൺ വെച്ചു. സ്റ്റേഷനിൽ നിന്നാൽ ഒന്നിനു പുറകെ ഒന്നായി പണി വന്നുകൊണ്ടിരിക്കും. തൽക്കാലം എല്ലാം രമേശേട്ടനെ ഏൽപ്പിച്ച് ഞാൻ ഇറങ്ങി. മോള് സുഖായിരിക്കുന്നോ സാറേ? രമേശേട്ടനാണ്. ഏത് മോള്? നമ്മുടെ വൈകാലക്ഷ്മി. ഞാനൊന്ന് കൂർപ്പിച്ചു നോക്കി. അപ്പൊ പിന്നെ ആള് മെല്ലെ ഒന്ന് വിളറി. അല്ല, സാറിന്റെ വൈക. ഞാൻ അർത്ഥഗർഭമായി തലയാട്ടി വീട്ടിലേക്ക് തിരിച്ചു. ഇന്നലെ കണ്ടതേയുള്ളൂ, അപ്പോഴേക്കും മോളായി, നമ്മുടെ വൈകയായി. വീട്ടിലെത്തിയപ്പോൾ കണ്ടു മിഥുവും രുദ്രയുമായി വർത്തമാനം പറഞ്ഞ് മുറ്റത്തെ പടിയിലിരിക്കുന്ന വൈകയെ. മിഥു പൊട്ടിച്ചിരിക്കുകയായിരുന്നു. എന്നെ കണ്ടപ്പോൾ മെല്ലെ വാപൊത്തി. രുദ്രയും മെല്ലെ എഴുന്നേറ്റു. ഈ രണ്ടെണ്ണത്തിനും എന്നെ ഭയങ്കര പേടിയാണ്. എന്തിനാ? എനിക്കറിയില്ല. ഞാൻ മാറ്റാനും പോയില്ല. അങ്ങനൊരു ഭയം നല്ലതാ. എന്നാൽ അവൾക്ക് യാതൊന്നുമില്ല. വേഗം എൻ്റെ അടുത്ത് വന്നു. ഞാൻ കരുതി അർജുനേട്ടൻ വരുമ്പോൾ വൈകുമെന്നു. വായോ, ഊണ് കഴിക്കാം, എനിക്ക് വിശക്കുന്നു. ഇവൾക്ക് വിശക്കുന്നോ? ഇവള് രാവിലെ ഒന്നും കഴിച്ചില്ലേ? എനിക്ക് വേണ്ടി കാത്തിരുന്നോ? ഞാൻ അവളെ അടിമുടി നോക്കി. എന്താ നോക്കണേ? ഇവിടുത്തെ അമ്മ പറഞ്ഞു അർജുനേട്ട ഇപ്പോൾ വരും, ഒപ്പം ഇരുന്നുണ്ടാ മതിയെന്ന്. അല്ലാണ്ട് ഞാൻ കാത്തിരുന്നൊന്നും അല്ല കേട്ടോ. മാത്രമല്ല, ഈ പരിപാടി നമുക്ക് രണ്ടാൾക്ക് ശരിയാവില്ല. എന്ത് പരിപാടി? ഈ കാത്തിരുന്ന് ഒരുമിച്ച് കഴിക്കുന്നതേ. അതും പറഞ്ഞ് മുന്നിൽ പോയി ഞാൻ മുകളിലേക്ക് കയറി കുളിച്ച് വേഷം മാറി വന്നപ്പോൾ കണ്ടു ഊണ് വിളമ്പി എന്നെ അക്ഷമയോടെ കാത്തിരിക്കുന്നവളെ. ആഹാ, കുളിച്ചോ? വായോ. അവളാണ്. ഞാൻ അവൾക്കൊപ്പം ഇരുന്നു. ചുറ്റും നോക്കിയപ്പോൾ ആരുമില്ല.
ഊണ് കഴിക്കുന്നതിനിടയിൽ എന്നെ നോക്കി അവൾ പറഞ്ഞു, എല്ലാരും ഉച്ചയുറക്കാണ്. ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല. മിഥുവിനെയും രുദ്രയെയും ഉറങ്ങാതെ ഞാൻ പിടിച്ചിരുത്തിയതാ. ഇപ്പോ അവരും ഉറങ്ങാൻ പോയി. അർജുനേട്ടന് ഉച്ച ഉറക്കം പതിവുണ്ടോ? രാവിലെയും ഒന്നും കഴിക്കാണ്ട് വിശന്ന് പണ്ടാരം അടങ്ങി ആർത്തിയോടെ കഴിക്കുന്ന എൻ്റെ അടുത്തിരുന്ന് കൊത്തിപ്പറക്കിക്കൊണ്ട് അവളുടെ കിന്നാരം എനിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല. അല്ലെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ ആരും സംസാരിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് മറുപടി കൊടുത്തില്ല. അങ്ങനെയെങ്കിലും അവസാനിപ്പിക്കട്ടെ എന്ന് കരുതി. പക്ഷെ അവൾ നിർത്താൻ ഉദ്ദേശമില്ലായിരുന്നു. അർജുനേട്ടാ, ഉച്ചയ്ക്ക് ഉറങ്ങോ? ഇവള് വിടില്ല. ഉവ്, ഇടയ്ക്കിടയ്ക്ക്. ഞാൻ ഉറങ്ങാറില്ല. കുട്ടിക്കാലത്തും ഇപ്പോഴും നാട്ടിൽ ചെന്നാൽ ഞാൻ ഊണും കഴിച്ച് കറങ്ങാൻ ഇറങ്ങും. നല്ല രസാണ്. ഉച്ചയ്ക്ക് എല്ലാവരും ഉറങ്ങുമ്പോൾ നമുക്ക് എന്തും ചെയ്യാലോ. ആരും അറിയില്ല. പകലിന്റെ കൂട്ടുമുണ്ട്. ഞാൻ ഒന്നും മിണ്ടാതെ വേഗം ഊണ് കഴിച്ച് എഴുന്നേറ്റു. അപ്പോഴും അവൾ കഴിഞ്ഞിരുന്നില്ല. കൈ കഴുകി വരുമ്പോഴും കണ്ടു ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്ന വൈകിയെ. അവളെ കടന്ന് മുന്നോട്ട് പോകുമ്പോൾ കേട്ടു, പായസം ഉണ്ട് കേട്ടോ. അതവഗണിച്ച് ഞാൻ മുകളിൽ പോയി. മുഖപ്പിന്റെ ഏറ്റവും പിന്നിലായി അറ്റത്ത് മരച്ചിലകൾ ചാഞ്ഞു കിടക്കുന്ന ഭാഗം അവിടെ ഇരുന്നു. മുകളിൽ തട്ടിന്മേൽ കുഞ്ഞൂട്ടനുണ്ടാവും. കുട്ടിക്കാലം തൊട്ട് എന്റെ ഇഷ്ട സ്ഥലമാണ്. ആരും പെട്ടെന്ന് ഇങ്ങോട്ട് വരില്ല. ഞങ്ങളുടെ തന്നെ തൊടിയിലാണ് സർപ്പക്കാവുള്ളത്. എല്ലാ മാസവും ആയില്യം നാളിൽ അവിടെ പൂജയും മറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ സർപ്പങ്ങളാരും ആരെയും ഉപദ്രവിക്കാറില്ല. അച്ഛൻ പറഞ്ഞിരുന്നതാണ്. കുഞ്ഞിലെ ഞാനും അച്ഛനും ഇവിടെയാണ് ഇരുന്നിരുന്നത്. അച്ഛൻ പോയപ്പോൾ പിന്നെ ഞാനും ഇങ്ങോട്ടായി. ഞാൻ ആദ്യം പുകച്ചതും മദ്യപിച്ചതും ഒക്കെ ഇവിടുന്നാണ്. ഇപ്പോഴും അതൊക്കെ ഇടയ്ക്കിടയ്ക്കുണ്ട്. അങ്ങനെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇരിപ്പിടത്തിലാണ് ഇന്നലെ ആ തവള കയറിയിരുന്നത്. ഷോ, ഇവിടെ ഇരിക്കുന്നോ? തേ നിൽക്കുന്നു. ഇവളെ മനസ്സിൽ വിചാരിച്ചതേയുള്ളൂ, അപ്പോഴേക്കും എത്തി. മുഖപ്പിന്റെ അങ്ങേ അറ്റത്ത് ഒരു ഗ്ലാസും പിടിച്ച് നിലത്തും മച്ചിലൊക്കെ നോക്കി നിൽപ്പുണ്ട്. ആ നിൽപ്പ് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. കുഞ്ഞൂട്ടനെ നോക്കുന്നതാ. ഇങ്ങോട്ട് വന്നേ, ദേ ഇയാളുടെ പായസം. ഇങ്ങോട്ട് തായോ. ഇയാൾ ഇങ്ങോട്ട് വായോ. എനിക്ക് പേടിയാ, ഒരു കുഞ്ഞൂട്ടനും മറ്റും. അവനിവിടെ ഇല്ല. താൻ നിൽക്കുന്നതിന്റെ നേരെ മേലെയുള്ള മച്ചില. അത്രേ പറഞ്ഞുള്ളൂ. പായസം കൊണ്ട് അവൾ തിരിഞ്ഞു ഒറ്റ ഓട്ടം. പിന്നെ അവളെ കണ്ടത് വൈകിട്ട് അവളുടെ വീട്ടിൽ പോകാനായി ഇറങ്ങിയപ്പോഴായിരുന്നു. ഞാനും അവളും മാത്രം കാറിലാണ് പോയത്. വീട്ടുകാർക്ക് കൊടുക്കാനുള്ള പുത്തനുടുപ്പൊക്കെ അമ്മ നേരത്തെ വാങ്ങിയിരുന്നു. കാറിലിരുന്നപ്പോൾ ആരംഭിച്ചു ബ്ലാ ബ്ലാ. ഞാൻ പാട്ട് ഉച്ചത്തിൽ വെച്ചപ്പോൾ പിന്നെ അത് അവസാനിച്ചു. അവളുടെ വീട്ടിലെത്തിയപ്പോൾ അച്ഛനും പെങ്ങന്മാരും ഞങ്ങളെ കാത്ത് ഉമ്മറത്തുണ്ടായിരുന്നു. എന്തൊക്കെയോ എന്നോട് ചോദിച്ചു. ഞാനും അത്യാവശ്യം സംസാരിച്ചു. പിന്നെ എനിക്കധികം സംസാരിക്കേണ്ടി വന്നില്ല. വൈഗ എനിക്കും കൂടി വേണ്ടി സംസാരിച്ചു. അവസാനം അല്ലേ അർജുനേട്ടാ എന്ന് ചേർക്കും. ഭക്ഷണം കഴിക്കുമ്പോഴായിരുന്നു അവളുടെ ചെറിയമ്മയെ കണ്ടത്. എന്നെ കണ്ട് ചെറുതായി ചിരിച്ചു എന്ന് വരുത്തി. പക്ഷെ അവളെ നോക്കുന്നത് പോലും ഉണ്ടായിരുന്നില്ല. അവൾ അവരെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഇന്ന് നിങ്ങളിവിടെ നിൽക്കുമല്ലേ? അവളുടെ അച്ഛനാണ്. ഞാൻ മറുപടി പറയുന്നതിന്റെ മുന്നേ തന്നെ മറുപടി വന്നു. എന്നിൽ നിന്നല്ല, വൈകയോ അല്ല. അതെങ്ങനാ ഉദയേട്ടാ? അർജുനൻ രാത്രിയൊക്കെ പോവേണ്ടി വരും. സാധാരണ ജോലിയല്ലല്ലോ, പോലീസല്ലേ. ഇവിടുന്ന് 1.5 മണിക്കൂർ യാത്രയുണ്ടല്ലോ. അവര് നിൽക്കില്ല. ചെറിയമ്മയാട്ടോ. ഞാൻ അവളെ നോക്കി. ആ മുഖത്ത് എന്തോ ഒരു ഭാവം മിന്നി മറിഞ്ഞെങ്കിലും പെട്ടെന്നുള്ളൊരു ചിരി കൊണ്ട് അത് മറച്ചു. അവൾ പറഞ്ഞു, ശരിയാട്ടോ ചെറിയമ്മേ. എന്നാൽ ഇനി ഞാൻ വരുമ്പോ അവിടെ ഒരു അമ്മാവനുണ്ട്. പുള്ളിക്ക് അങ്ങനെ പണിയൊന്നുമില്ല. പുള്ളിയേയും കൂട്ടി വരാം. അപ്പോ ചെറിയമ്മയ്ക്ക് സ്വസ്ഥായി നന്നായി സൽക്കരിക്കാലോ. എന്തേ? അപ്പോഴേക്കും അവരുടെ മുഖഭാവം മാറി. വെട്ടിത്തിരിഞ്ഞ് എഴുന്നേറ്റു പോയി. വൈകയുടെ അച്ഛനും വല്ലാതായി. അനിയത്തിമാരും അതെ. എന്നാൽ അവൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അച്ഛാ, ഈ അർജുനേട്ടനെ മിതുക്കുട്ടി എന്താ വിളിക്കുന്നറിയോ? മന്ത്രവാടി, മോൺസ്റ്റർ എന്നൊക്കെയാ. ആണോ? അതെന്താ അങ്ങനെ? ഏട്ടൻ നല്ല സുന്ദരനല്ലേ? വൃന്ദയാണ്. അങ്ങനെ ആ വർത്തമാനം അന്തരീക്ഷത്തിനൊരയവ് വരുത്തിയെങ്കിലും എന്തോ എവിടെയോ ഒന്നും മിന്നി. ഇറങ്ങാൻ നേരം വൈഗ അവളുടെ മുറിയിലെ കുറച്ച് സാധനങ്ങളുമായി വന്നു. പാട്ട് കേൾക്കാനുള്ള വലിയ സ്റ്റീരിയോയും മറ്റുമായി. ആ, എല്ലാം എടുത്തോ. ഇനി ഒന്നും ഇവിടെ വെച്ചേക്കണമെന്നില്ല. ഇനി അതല്ലേ നിന്റെ വീട്. ഇങ്ങോട്ട് അധികം വരേണ്ട കാര്യമില്ല. വീണ്ടും ചെറിയമ്മയാണ്. അവരെ എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഞാൻ വൈകിയെ നോക്കി. അപ്പോഴും അവളിൽ മിന്നിമറഞ്ഞ ഭാവം അവൾ ചിരിയാൽ മറച്ചു. അയ്യോ ചെറിയമ്മേ, എനിക്ക് എല്ലാം ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എന്റെ അമ്മയുടെ അസ്ഥിതറയും എന്റെ അച്ഛ ഉദയഭാനുവിനെയും എങ്ങനെ പാക്ക് ചെയ്യാനാ? അതുകൊണ്ട് ഞാനിങ്ങ് വരിക തന്നെ ചെയ്യും കേട്ടോ. അതും പറഞ്ഞ് അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി. ചെറിയമ്മയുടെ മുഖം മങ്ങി. തിരിച്ചുള്ള യാത്രയിൽ അവൾ നിശബ്ദയായിരുന്നു. വൈഗ? അവൾ എന്നെ നോക്കി. അമ്മ എപ്പോഴാ മരിച്ചത്? ഞാൻ കൈക്കുഞ്ഞായിരുന്നപ്പോൾ. വീണ്ടും മൗനം ഞങ്ങളിൽ തളം കെട്ടിയിരുന്നു. വൈഗ എന്തിനാണ് എന്നെ വിവാഹം കഴിച്ചത്? ഒരു വിവാഹ ജീവിതം ആഗ്രഹിക്കുന്ന മറ്റാരെങ്കിലും വിവാഹം കഴിക്കായിരുന്നില്ലേ? അവൾ എന്നെ നോക്കി ഒരു ചെറു ചിരിയോടെ പറഞ്ഞു. ഞാനൊരു ദാമ്പത്യ ജീവിതം ആഗ്രഹിക്കാത്തതുകൊണ്ട്. പിന്നെ എനിക്കൊരു വിവാഹം വേണം. അല്ലാതെ അച്ഛൻ വിടില്ല.
എനിക്കും അവിടെ നിന്ന് മാറണമായിരുന്നു. അപ്പോൾ ദൈവമായിട്ട് എനിക്ക് അർജുനേട്ടനെ തന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഇങ്ങോട്ട് പോന്നു. ഇപ്പോൾ സംസാരിക്കുന്ന വൈകയ്ക്ക് പക്വതയുള്ളതുപോലെ തോന്നി. ആ കണ്ണുകളിൽ ഒരുപാട് വേദനകൾ ഒളിപ്പിച്ചിരിക്കുന്നത് പോലെ. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.